സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വേര്, ശാഖ, മുള എന്നതൊക്കെ ഏശയ്യായുടെ ഗ്രന്ഥത്തിൽ മിശിഹായുടെ സൂചകങ്ങളാണ്. ജെസയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മുളയെക്കുറിച്ച് ഏശയ്യ എന്ന് പറയും. ഏശയ്യ 11:1-10 വരെ. ജെസയുടെ മുളയെന്ന് പറയുമ്പോൾ ജെസെ ദാവീദിന്റെ പിതാവാണല്ലോ. അതിനാൽ ഇത് ദാവീദിന്റെ തന്നെ സൂചകമാണ്. ക്രിസ്തു എന്ന ദാവീദ് പുത്രനായ ക്രിസ്തു എന്ന് മാത്രമല്ല, അഭിനവ ദാവീദ് കൂടിയാണ് ക്രിസ്തു. ദൈവം എന്ന മഹാരാജാവിൻ്റെ മനസ്സിനിണങ്ങിയ രാജാവാണ് ദാവീദ്. പിതാവും താനും തമ്മിലുള്ള പൊരുത്തം, എക്സോമോലോഗേയോ ഇന്ന് നാഥൻ ഈ ഒരു സ്തുതിയിൽ കോർത്തിണക്കുന്നുണ്ട്. ലൂക്ക 10:21 മുതൽ. ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നുവെന്ന്. പിതാവേ, ഇതായിരുന്നു അങ്ങയുടെ തിരുച്ചിത്തമെന്ന് എവ്ഡോക്കിയ. അന്ന് ക്രിസ്മസ് രാവിൽ മാലാഖമാർ പാടിയതും ഇത് തന്നെയാണ്. ഭൂമിയിൽ ദൈവത്തിൻ്റെ തിരുച്ചിത്തം എവ്ഡോക്കിയ, പുണർന്നവർക്ക് സമാധാനമെന്ന്. 1 പത്രോസ് 1:10-12 വരെ. പ്രവാചകന്മാരും രാജാക്കന്മാരും, എന്തിനേറെ മാലാഖമാർ പോലും എത്തിനോക്കാൻ അഭിലഷിച്ച ഈ ദർശനം, ഈ മനുഷ്യാവതാര രഹസ്യം, ഈ സുവിശേഷത്തിൻ്റെ പകർച്ച സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ കാണുവാനും കേൾക്കാനും പ്രവാചകരും രാജാക്കന്മാരും എത്രയോ അധികമായി ആഗ്രഹിച്ചുവെന്ന് നാഥൻ ഇന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ക്രിസ്തുവാം വചനത്തെ, വചനം മാംസമായവനെ. പ്രവാചകനും രാജാവുമായ ദാവീദ് ഇവിടെ ശക്തമായൊരു പ്രതിബിംബമായി മാറുകയാണ് അപ്രകാരം. ഇന്നലെ നാം ദൈവിക സമാധാനത്തെയും നീതിയെയും ധ്യാനിക്കുകയായിരുന്നല്ലോ. സങ്കീർത്തനം 72 ഇന്ന് ഇതേ നീതിയെയും സമാധാനത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ആശ്ലേഷത്തെ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ദാവീദിന്റെ പുത്രനായ സോളമനെ പ്രതി എഴുതിയ സങ്കീർത്തനം അങ്ങനെയാണ്. ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് സർവാധീശനായ ദൈവത്തിൽ നിന്ന് ഒരു ഭൗമിക രാജാവ് എങ്ങനെ തന്റെ ജീവിത പ്രമാണങ്ങളും കൽപ്പനകളും സ്വീകരിക്കണം എന്നതിൻ്റെ ഒരു കുറി കൂടിയാണ് ഈ സങ്കീർത്തനം. യഥോ രാജ തഥോ പ്രജ എന്നാണല്ലോ. അതിനാൽ ഒരു രാജാവിനോട് പറയപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജാവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ സാധാരണ മനുഷ്യരായ നമുക്കും ബാധകമാണ്. നമ്മളത്ര സാധാരണക്കാരല്ല എന്നതുകൊണ്ട് തന്നെ. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം കാര്യസ്ഥരാണ്, ഒയ്ക്കണോമോസ്. നമ്മളെല്ലാവരും അതിനാൽ തന്നെ എങ്ങനെ ദൈവത്തിൽ നിന്ന് ജീവിത പ്രമാണങ്ങൾ സ്വീകരിക്കണമെന്നും പാലിക്കണമെന്നും ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. ധാർമ്മികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ തലങ്ങളിൽ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ജീവിത നിലപാടുകളാണ് നാഥൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ രാജാവായി സ്വീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ജീവിത നിലപാടുകൾ നമ്മുടെ ജീവിത വ്യവസ്ഥ, ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമായി മാറണം. അത് ലോകത്തിനുള്ള മുഴുവൻ പ്രകാശമായി മാറണമെന്നർത്ഥം. അവിടെ മാത്രമേ യഥാർത്ഥ സമാധാനവും നീതിയും പുലരൂ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സ്വദേശത്ത് നാഥൻ തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചതും ക്രിസ്ത്യാനികളുടെ കർമ്മരേഖ അവതരിപ്പിച്ചതും. ദ ക്രിസ്ത്യൻ മാനിഫെസ്റ്റോ. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ഈ ലോകത്തിൻ്റെ വിമോചനത്തിൻ്റെ സദ്വാർത്തയാകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലൂക്ക 4. ഇന്നിതാ ഏശയ്യായും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് മിശിഹായുടെ മേലുണ്ട് എന്ന്. എന്നിട്ട് മിശിഹായുടെ മുദ്രകൾ എന്തെന്ന് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട് പ്രവാചകൻ. ജെസയുടെ വേരിൽ നിന്ന് ഉയർന്നു വന്ന മുള, നെത്സർ. ക്രിസ്തു നസ്രായൻ എന്നാണ് അറിയപ്പെടുന്നത്. അവൻ്റെ നാട്ടുകുറി അതാണ്, നസ്രത്തിൽ നിന്നുള്ളവൻ. മുള, നെത്സർ എന്ന വാക്കിൽ നിന്നാണ് അത് വരുന്നതും. ക്രിസ്ത്യാനികളെ നൊത്സ്രി എന്ന് പണ്ട് മുതലേ പുരാതനമായ യഹൂദ സമൂഹങ്ങളെല്ലാം വിളിച്ചിരുന്നത്. നസ്രായനായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നർത്ഥത്തിൽ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെല്ലാം ക്രിസ്തുവിനെ പോലെ തന്നെയാണ്. പണ്ട് IS-ന്റെ തേരോട്ടം നടന്ന ഭൂമികളിൽ ക്രിസ്ത്യൻ ഭവനങ്ങളെ ന എന്ന ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്തിയതും ഈ ഒരു പേരുകൊണ്ടാണ്, നസ്രായൻ എന്ന പേരിൻ്റെ ആദ്യാക്ഷരം. ഇന്നിതാ സമാനമായ ഭീകരതകൾ വീണ്ടും അഴിച്ചുവിടപ്പെട്ടിരിക്കുന്നു ആ ദേശങ്ങളിൽ തന്നെ. ക്രിസ്ത്യാനികളുടെ ജീവൻ അപകടത്തിലാകാൻ ഇനി അധികം നേരം ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ലോകത്തിനുള്ളൊരു അടയാളമായി നാഥൻ ഇന്ന് സൂചിപ്പിക്കുകയാണ് പ്രവാചകൻ വഴി. വിശുദ്ധിയുടെയും നീതിയുടെയും വസ്ത്രങ്ങൾ അവിടുന്ന് നമ്മെ അണിയിച്ചിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ പിള്ളക്കച്ച മുതൽ ശവക്കച്ച വരെ നീളുന്ന ഒരു ക്രിസ്തു പർവ്വമുണ്ട് നമ്മുടെ ഈ ഭൗമ ജീവിതഗതിയിൽ. അതിനപ്പുറവും അതിന്മേലും ആദിയും അന്തവുമായ ക്രിസ്തു, അവൻ്റെ പകർച്ചയും നമുക്കുണ്ട്. വന്നവനും വരാനിരിക്കുന്നവനുമായ ക്രിസ്തുവിൻ്റെ പകർച്ച. ഇന്ന് സമുന്നത സുവിശേഷ പ്രഘോഷകനും പ്രേക്ഷിത വര്യനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളാണ്. അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മൾ എത്രമാത്രം വിജയം പ്രാപിച്ചുവെന്നത്, നമ്മൾ എത്രമാത്രം അധ്വാനിച്ചു എന്നതിൻ്റെ തോതിലല്ല അളക്കപ്പെടുന്നത്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു എന്നതിൻ്റെ അളവിലുമല്ല.
നമ്മൾ എന്ത് അരൂപിയോടെ, വിശ്വാസത്തിൻ്റെ അരൂപിയോടെ അവയൊക്കെ ഏറ്റെടുത്തു ചെയ്തു എന്നതിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ പോലെ ഈ ചുമടുകളെല്ലാം വഹിക്കുക തന്നെ ചെയ്യും.